ഇല്ലാത്ത മനുഷ്യൻ. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഉണക്കമുന്തിരി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ചിപ്പിയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കറിയാലോ മുത്തു ഇല്ലാതെ ആദ്യമായിട്ട് ലൈവിൽ വന്നിരിക്കുകയാണ്. കുറച്ച് കാലമായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മുത്തു എവിടെ, ചിപ്പിക്ക് എന്താ പറ്റിയത്? അതെ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോട് ഞാൻ ഇന്ന് തുറന്നു പറയാൻ പോവുകയാണ്. മുത്തുവും ചിപ്പിയും ഇന്ന് രണ്ട് പാത്രത്തിലേക്ക് പോവുകയാണ്. അതെ അതെ, എന്നിട്ട് ഒരു പാത്രം കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും അന്നദാനത്തിന് പോയി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്റെ ലൈവിൽ കയറുന്ന അനാവശ്യം പറയരുത് കേട്ടോ. താങ്ക് യു, ബൈ. കഴിഞ്ഞോ? ഹലോ ഗായ്സ്, മുത്തു പിരിയാണ്. മുത്തു പിരിയാണ്. മുത്തു ബിരിയാണിയോ? എടി മുത്തു പിരിയാണെന്ന്. അരപ്പിരിയല്ല, ഇത് മുഴുപ്പിരിയ. എടി ചുമ്മാ ഇരിക്കും, എന്റെ വീവേഴ്സ് കാണുന്നെന്ന്. ഞാനും നിങ്ങളും നിങ്ങളുടെ അമ്മ അടങ്ങുന്ന 3 പേരല്ലേ നിങ്ങളുടെ വീവേഴ്സ്. ആന്നടി, ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. നിന്റെ ചാനലിന്റെ പേര് ഉണക്കമുന്തിരി അല്ലേ? എന്റെ ചാനലിന് ഞാൻ പുതിയ പേരിട്ടി. എന്തോ പേരാ? ബദാങ്ക. നോക്കിയ, ഇനി നിന്റെ ഉണക്കമുന്തിരിയുടെ മുകളിലായിരിക്കും എന്റെ ബദാങ്ക കേറുന്ന കേറൊക്കെ കണ്ടോണം. ഭയങ്കരമായിട്ട് കേറും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ഒറ്റ വാക്ക് പറയാൻ പറ്റാത്തോണ്ട് മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങാത്തൊരു മനുഷ്യനായത്. ആരാ ഈ പറയുന്ന? എടി 7ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അച്ഛന്റെ പേര് ഇംഗ്ലീഷ് എഴുതണമെന്ന് പറഞ്ഞപ്പോ അത് അറിയാത്തതിന് അനാഥ എഴുതി വെച്ചോണ്ട് പറയുന്ന കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന്. നിങ്ങൾ പിന്നെ എന്തോത്തിന് എന്നെ കെട്ടിയത്? നിന്റെ അച്ഛൻ ഒരാൾ കാരണം. നിന്റെ അച്ഛൻ പറഞ്ഞ് നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ കിടുക്കൊരു വീടും 10 ഏക്കറും തരാന്ന്. ചെന്നപ്പോ ഒരു മാട്ട വീട് 10 ഏക്കർ എവിടെ നിന്ന് ചോദിച്ചാ പറയണേ അതവരുടെ വീട്ടുപേരാണെന്ന്. 10 ഏക്കർ. എന്റെ തറവാടിനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഓ, ഇവിടെ തറവാട്. അതിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഇവിടെ ആരുമില്ലേ, ഇങ്ങനെ ഒരു അടി അടിച്ച ഒരു ചണച്ചാക്ക് വന്നങ്ങ് വീട്. അതാണ് ഫ്രണ്ട് വാതിൽ. അവളുടെ കൂടുതൽ വർത്താനം അങ്ങോട്ട് പറയല്ലേ. കൊച്ചിയുടെ കാര്യം എങ്ങനെ? കൊച്ചിയിലെ കാര്യം എങ്ങനെ? ഇപ്പൊ കൊതുകടി കുറവുണ്ട്, പിന്നെ മെട്രോ ആയി കൊന്നു. കൊച്ചി ഭയങ്കര വികസനമായിട്ടുണ്ട്. അതല്ല ചോദിച്ചത്, നമ്മുടെ കൊച്ചിന്റെ കാര്യം എങ്ങനെ? നമ്മുടെ കൊച്ചിന്റെ കാര്യം തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചെന്റെ കൂടെ, ശനിയും ഞായറും കൊച്ചു നിന്റെ കൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ ഐറ്റം വേറെയും ശനി ഞായറും സ്മാർട്ട് ഷോയോ? ഇതെന്തോന്ന്, ഇത് ടി വി ഷോയോ? ആന്നരി ഇപ്പൊ ഞാൻ ഐറ്റം വേറെ ആടി 2-3 ദിവസം കൊണ്ട്. അതെന്താ കാര്യം? ആൾക്കാർ എന്നെ കാണുമ്പോ ഭയങ്കര ചിരി. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിരിക്കണം, നിങ്ങളെ കാണുമ്പോ ചിരിക്കണം. അമ്മാതിരി കോപ്രായവാ നിങ്ങൾ ഈ വീട്ടിൽ കാണിക്കുന്നേ. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അമ്മാവനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അമ്മാവൻ ഇപ്പൊ എത്തും. വരണം. ഇപ്പൊ ഒരു 3ാമത്തെ എൻട്രിക്ക് പറ്റിയ സമയം. അമ്മാവൻ വരണം, ഞാൻ വെയിറ്റിംഗിലാണ്. അമ്മാവൻ വരട്ടടി. വെറും അമ്മാവനല്ല, വക്കീൽ അമ്മാവൻ. വരട്ടടി, നിന്റെ അമ്മാവൻ വരട്ടെ. വരട്ടെ, അമ്മാവൻ വരട്ടെ. ആരാ? ഞാനാ. ഈ ലക്കത്തെ ഞാന വന്ന് വായിച്ചിട്ടാ മൂലക്കെങ്ങനെ. അയ്യോ, ഞാനെന്ന്. ഇവിടെ ഭഗീരഥ മാമൻ എന്താണെന്ന് അറിഞ്ഞൂടെ? ഭഗീരഥ മാമൻ അറിഞ്ഞൂടെ? നനഞ്ഞു കഴിഞ്ഞ ഭഗീരഥ മാമൻ ചോദിക്കും. അതാണ് ഞങ്ങളെ കുടുംബത്തിന്റെ അന്തസ്. ഭഗീരഥ മാമേ ഇവളുടെ മാമനാണ്. എല്ലാവർക്കും ഭയങ്കര പേടി. ജ്ഞാനിയാണ്, പക്ഷെ എനിക്കൊരു പേടിയില്ല. കേസില്ലാത്ത വക്കീലെ ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. നീ പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂല. അങ്ങനെ പറയണമെങ്കിൽ എന്റെ മരുമോള് പറയണം. ഇറങ്ങിപ്പോടാ വെളിയില്. ഇറങ്ങിപ്പോടാ വെളിയില്. ഇങ്ങോട്ട് കാണിച്ചപ്പോ അമ്മാവന്റെ നെഞ്ച് കിടുങ്ങിപ്പോയി. നോക്ക് മാമ, ചെലവിന് തരുന്ന എന്നെ എടാ പോടാന്ന് അവള് വിളിക്കുന്നുണ്ടോ? മാമൻ വന്നപ്പോ എനിക്കൊരു ധൈര്യമായി. അത്ര തന്നെ. ഇവിടെ എന്താണ് പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞ മാമ, തൊട്ടേനും പിടിച്ചതിനും എല്ലാം പ്രശ്നങ്ങളാണ്. എന്തിനാണ് തൊടാനും പിടിക്കാനൊക്കെ പോണത്? മാമന്റെ ലൈഫ് തന്നെ കണ്ടില്ലേ മാമ? ഇവള് കണ്ണ് തെറ്റി കഴിഞ്ഞ ഓരോരുത്തന്മാരുമായിട്ട് ഭയങ്കര റീൽസ് വീഡിയോ എടുക്കലാണ് മാമ. തന്നേടി സത്യം. ഈ ഇടയ്ക്ക് എന്നെ ഇറച്ചി വെട്ടുന്ന കാതറ്. അപ്പൊ എന്നെ കണ്ടാ മൈൻഡ് ചെയ്യൂല. അവൻ എവിടെന്നാന്ന് പറഞ്ഞ ഒരു ആടിന്റെ കരളും എടുത്തോണ്ട് ഈ 2 കൂടി വാഴപ്പണ പോയി പാട്ട് കരളേ കരളിന്റെ കരളി. അതും പോട്ടെ, വേറെ ഉണ്ട്. പാൽക്കാരന്റെ ഒരു കുപ്പി പാലും മേടിച്ച് 2 കൂടി പാല് തറയിൽ ഒഴിച്ചിട്ട് 2 കൂടി അവിടെ കിടന്നോട്ട് പാൽ നിലാവിലും ഒരു നൊമ്പരം. ഇതെല്ലാം 3ാമതൊരെണ്ണമുണ്ട്. ആ മീൻകാരൻ രഘുവിന്റെ എടുത്താ പൊങ്ങാത്ത ഒരു ചൂരയും പിടിച്ചുകൊണ്ട് ഇവരൊരു പാട്ടുണ്ട്. ഏത് പാട്ട്? ചൂരാക്കെ ദിൽ മേരാ. ഈ മുതുകണ്ട കടന്ന് കാണിക്കുന്നുണ്ടോ? കാര്യം പറയണ്ട മാമ. നോക്ക്, ഇവിടെ ഈ കണ്ടവന്മാർ കൂടെ എല്ലാം റീൽസ് എടുക്കുന്നത്. എന്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തൂടെ? ഒരു റീൽസ് ചെറുക്കൻ്റെ കൂടെ ചെയ്തൂടെ കൊച്ചേ? നിനക്ക് ടൈമിംഗ് ഇല്ല മാമ. മാമ 2.5 കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് അവള് പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് ടൈമിംഗ് ഇല്ലെന്ന്. എടി, ആ ഒരേ കാരണം കൊണ്ടാണ് എന്നെ വേണ്ടാന്ന് പറയണത്. മാമ അതുകൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം ഈ നാട്ടുകാരെല്ലാരും എടുത്തിട്ട് കാണിച്ച എന്തോന്ന് മാമൻ അറിയാമോ? പറയാൻ എനിക്ക് നാണക്കേട് തോന്നുന്നു മാമ. അതെന്തോന്നറിയോ മാമ? ഒരു സായാഹ്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഉമ്മറത്തിരിക്കുമായിരുന്നു. ആ സമയത്ത് അപ്പുറത്ത് നിങ്ങാണ്ട് ഒരു ശബ്ദം ഇങ്ങനെ അലയടിക്കുന്ന ഒരു ഗാനം. ഈ ഗാനത്തിന്റെ ഉറവിടം തേടി ഞാൻ അവിടെ ചെന്നു. ഗാനം പാടിയ ആളെ ഞാൻ കണ്ടു. ഒന്ന് ആലിംഗനം ചെയ്തു. 3-4 പേരെ എന്നെ അടിച്ചു. വനമുരിക.
കണ്ടവന്റെ ഭാര്യയെ കയറി പിടിച്ചിട്ട് എന്ത് കാവ്യാത്മകമായി വർണ്ണിക്കണടാ. ഈ വർഷത്തെ അവാർഡ് നിനക്ക് തന്നെ. ഇത് മാത്രമല്ല മാമ, പറ മോളെ. നമ്മുടെയൊക്കെ കട്ടിലേ മെത്തേഡ് അടിയിൽ നമ്മൾ എന്തോ വെക്കുന്നേ? റേഷൻ കാർഡ്, റേഷൻ ബില്ല്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്. ആണല്ലോ. ഞാരുടെ മെത്തേഡ് അടിയിൽ എന്തോന്നറിയാവോ? എന്തോന്നാണ് ഇരിക്കുന്നത്? വലംപിരി ശംഖ്, വശീകരണ മന്ത്രം. ഇതൊക്കെ എന്തിനു കൊണ്ട് നടക്കണത്? ഇൻസ്റ്റാഗ്രാമിലെ പെമ്പിള്ളേരെ വളയ്ക്കാനാണെന്ന് മാമ. അത് കണ്ട അവര് വളയുകയും ചെയ്യും. സത്യം സത്യം. മുത്തു വാങ്ങിച്ച് കൂട്ടും. മാമ അടിക്കല്ലേ മാമ, അടിക്കല്ലേ. അതല്ല, ഞാൻ 5-6 മാച്ച് കൂട്ടും. ഇത് എവിടെ കിട്ടും? ഇത് എടീ, നാട്ടിൽ എവിടെ കിട്ടുന്നത്? ഇതൊന്ന് മാമ ഞാൻ വേഷ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോട്ടെ, മാമ ഇതുവരെ അവള് പറഞ്ഞു കേട്ടു, ഞാൻ ഇതുവരെ കമ എന്നൊരു അക്ഷരം മിണ്ടിയ. ശരി, പറ. കമ. അതല്ല നീ പറയാൻ വന്നത്. പറയാൻ വന്നത് മാമ, എവള് ഞാൻ രാത്രിയായി കഴിഞ്ഞാ ഭയങ്കര മൊബൈൽ യൂസിങ്ങാ. മൊബൈൽ യൂസിങ്ങാ. പഞ്ചാബി. പഞ്ചാബിയോ? ഫിക്സ്. പഞ്ചാബിയോ? അവരാണ് ഈ സിംഗും സിക്കൊക്കെ ഉള്ളത്. നീ LLB എടുത്തോണ്ട് ഓടിയതല്ലേ മാമ? കള്ളം പറയരുത്. കിട്ടിയത് യൂസിങ് എന്ന് പറഞ്ഞ 24 മണിക്കൂർ ഇവള് ഫോണിലാണ്. പിന്നെ പോരാത്തന് രാത്രിയാവുമ്പോ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട് മാമ അവള്. ആണാടി? അല്ല മാമ, ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു പരസ്യം കണ്ടു, വാട്സപ്പിലൂടെ എളുപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാന്ന്. അത്ര തന്നെ. രാത്രി 12 മണിയാകുമ്പോൾ നമ്മുടെ കാക്കനാട് ആ വളവിലുള്ള ഷിബു സാർ എന്നെ വിളിച്ച് ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കാറുണ്ട്. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. LLB പോവാൻ വരട്ടെ. ഞാൻ ഒരു സംശയം മാത്രമേ പറഞ്ഞോളൂ. അവൾ അഡ്രസ് വരെ പറഞ്ഞ കണ്ട ഇവളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും മാമ? മാമ ഇപ്പൊ ഇയാൾ പറയുന്നത് എന്തോന്നറിയോ? ഞാൻ സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നില്ല. തരുന്നില്ല മാമ, എവിടെ എനിക്ക് സമാധാനം തരുന്നില്ല. കൊടുക്കണില്ലേ കൊച്ചേ സമാധാനം? ഇല്ല മാമ, കള്ളത്തരം പറയുവാ. മാമൻ അറിയാലോ ഞാൻ സ്വസ്ഥതയും സമാധാനം കൊടുക്കുന്ന ഒരാളാണെന്ന്. 6 മണിയാകുമ്പോ രാവിലെ ഞാൻ കൊച്ചിനെ സ്കൂളിൽ വിടാനായിട്ട് പോകും. സ്കൂളിൽ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്തോരം ജോലിയാന്ന് മാമൻ അറിയാമോ? ഇവിടെ ചോറ് വെക്കണം, കറി വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് മാമ. രാത്രി 8 മണിക്ക് വരെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ട് മാമ ഇത് കേക്ക് മാമ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് മാമൻ അറിയാമോ? എങ്ങനെ ജീവിക്കണത്? അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കുന്നു മാമ. എന്റെ അടുത്തല്ല ഞാൻ പറഞ്ഞത്, അവന്റെ അടുത്താണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ ജീവിക്കണ്ട? കണ്ടോ കിടന്ന് അനുഭവിക്കുന്ന കണ്ടോ? മരുമയുടെ സ്വഭാവം കണ്ടോ? ഞാനിവിടെ ജീവിക്കണോ? മാമൻ കാരണവനല്ലേ സ്ത്രീധനത്തിന്റെ കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കി. സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ മാമ എന്റെ മീഡിയേറ്റർ ആയിട്ട് നിന്നെങ്കിലും ഇവളെ അച്ഛനകത്ത് ചാരു കസേരയിൽ ഇരിപ്പുണ്ട്. പുള്ളിക്കാരടുത്ത് ഇതൊന്നും ചോദിച്ചു. അയാളെ ഞാൻ കണ്ട കാലം മുതൽ അയാൾ ആ ചാരു കസേരല. ഇടയ്ക്കിടയ്ക്ക് ബീഡി പുകയുമ്പോഴാണ് അവിടെ ഒരാളുണ്ടെന്ന് പോലും അറിയുന്നത്. അവിടെ പോയ ഒരു കുന്തവും നടക്കൂല. അന്തസ്സായിട്ട് 50 സെന്റ് തറ നിനക്ക് എഴുതി തന്നില്ലടാ. അവിടെ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കടാ. 50 ഏക്കറും പാറ, അവിടെ എന്തോന്ന് കൃഷി ഞാൻ ചെയ്യും. പാറ കൃഷി ചെയ്തൂടെ? കുടുംബത്തോടെ തേപ്പ് പാറ കൃഷി ചെയ്യുന്നു മാമ. എനിക്ക് ഈ സങ്കടം തോന്നുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലേ ഞാൻ ആ പാറയിൽ പോയി കുത്തിയിരിക്കും. വീട്ടിൽ കക്കൂസില്ലേ? കക്കൂസില്ലേന്നോ? സങ്കടം കൊണ്ട് കുത്തിയിരിക്കുന്നു. അയ്യോ, ഞാൻ അവിടെ പോയി കരയാമ്പോ വിളിച്ചിരിക്കും. എങ്ങനെ ചിരിക്കാതിരിക്കും മാമ? എന്തൊക്കെ കോപ്രായങ്ങൾ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നെന്ന് അറിയാവോ? എന്തൊക്കെ പ്രശ്നങ്ങളാ ഞങ്ങൾ തമ്മിൽ നടക്കുന്നെന്ന് മാമൻ അറിയാവോ? ഇവിടെ എന്ത് പ്രശ്നമാണ് നടക്കുന്നത്? എന്തൊക്കെ കോപ്രായങ്ങള്, എന്തൊക്കെ കോപ്രായങ്ങള്, പ്രായങ്ങള്, 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 കോപ്രായങ്ങള്. ഇനി ഇവളെനി ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞേ. എനിക്ക് വേണം മാമ ഡിവോഴ്സ്. ഞാൻ കുറെ കോടതി ഇറങ്ങിയതാ. ഡിവോഴ്സ് എനിക്ക് വേണം. അത്രയല്ലേ ഉള്ളൂ. പ്രായമൊന്നും നിങ്ങൾ ഇത്രയും നരച്ച് മുതുക്ക് നാളെയോ മറ്റന്നാളോ ചാവാൻ നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ അല്ല, നിങ്ങളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞു. എനിക്ക് വേണം, എനിക്കും വേണം മാമ. തരാം ഓരോരുത്തർക്കായിട്ട് തരാം. പെണ്ണുപിടി. ഇനി അതിനും കൂടി പോലീസ് വരട്ടെ ഇന്നലെ കേസിനൊക്കെ. അത് ഇപ്പൊ പറഞ്ഞ കേസ് പെണ്ണുപിടി നല്ല പറഞ്ഞ പെണ്ണുപിടി. മാമ ഇതൊന്നും പിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഞങ്ങൾ കോടതി പോയപ്പോ അവര് പറഞ്ഞത് കൗൺസിലിംഗ് വേണമെന്ന് അവര് പറയുക. പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മാമന്റെ കയ്യിൽ ചെറിയൊരു സൊല്യൂഷൻ ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 2 ആയേ പറ്റൂ. 2 പാത്രത്തിലാവണം. പൊറോട്ട ബീഫ് 2 പാത്രത്തിൽ എടുത്തു തരാം. അതല്ല എവളെ എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിലും മാമന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. പറ മാമ. അതായത് കോടതിയിലൊന്നും പോയിട്ട് യാതൊരു കാര്യവുമില്ല. ചിലപ്പം വീണ് കിട്ടിയാ മതി. രണ്ടുപേരാ ഫോൺ ഇങ്ങോട്ട്. അല്ല, നിങ്ങളുടെ നിങ്ങളെ ഓരോ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം എന്നറിയാം ഞാൻ ഈ വീട്ടിന്റെ നട കയറി ഇറങ്ങി എന്റെ കാലിന്റെ ചെരുപ്പ് തേണ്. മനസ്സിലായ? അപ്പൊ എല്ലാം സോൾവ് ആയല്ല. അവരോരോ ഫോൺ. നിങ്ങളെ ഫോൺ ഏതൊക്കെയാണ്? ഫോണിൽ തൊട്ട കൈയും കാലും ഞാൻ ചവിട്ടി ഓടിച്ചോളയും. എടാ, ഫോണിൽ 24 മണിക്കൂറും കുത്തിക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ നടക്കുന്ന കുറെ പേരുണ്ടല്ലോ. എടാ, അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോൺ നല്ലതിനും ഉപയോഗിക്കാം,
ചീത്തയ്ക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്നത് ചീത്തയ്ക്കാണ്. അതുകൊണ്ട് മാമൻ ഇവിടെ വന്ന പ്രശ്നങ്ങളെല്ലാം മാമൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്കിൽ മാമൻ പോട്ടാ. അല്ല മാമൻ അവസാനം എന്തോ അതിനകത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നിങ്ങളെ ഫോൺ എടുത്ത് മെസ്സേജ് ചെയ്തതാ. അത് നിങ്ങളെ ഐഡി ഇല്ലേ, ഐഡി കയറി മാമൻ പുതിയൊരു ഐഡി ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഗൈസ് ഇത് ഞങ്ങളെ പുതിയ യൂട്യൂബ് ഐഡി ആണ്, എല്ലാവരും ഇതിലോട്ട് ഫോളോ ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരുടെ ഐഡി? മാമന്റെ ഐഡി. മാമന്റെ ഐഡിയോ? മാമ ഇത് ഐഡിയ അല്ല, ഇത് വല്ലാത്തൊരു ഐഡിയ ആയി പോയി. പിന്നെന്തരടെ ഞാൻ റീൽസ് ചെയ്ത് എന്തൊരു പുളിക്കുവോ? മാമാ റീൽസ് അല്ല റിയൽ.